പരിശുദ്ധാത്മാവ് ഇന്ന് ഒരു വലിയ വിടുതലിൻ്റെയും അതോടൊപ്പം തന്നെ യഥാസ്ഥാനപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു വചനം നമ്മുടെ ഇടയിലേക്ക് പങ്കുവെക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. I believe today the Holy Spirit is going to minister to us about great deliverance and also about restoration. ദൈവത്തെ കൂടുതലായിട്ട് അറിയുമ്പോഴെല്ലാം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ആവശ്യമുള്ളത് സംസാരിച്ചാൽ നടക്കേണ്ടത് നടക്കുമെന്ന്. The more I come to know the Lord, I realize that you don't need to say much, but if you say what is necessary to be said, what has to happen will happen. അപ്പോൾ ഇന്നത്തേക്ക് ഒരുങ്ങുന്ന സമയത്തേക്ക് പരിശുദ്ധാത്മാവിനെ യെഹെസ്കേലിൻ്റെതായിട്ടുള്ള പുസ്തകം വായിക്കാനായിട്ട് താല്പര്യപ്പെടുത്തി. When I was meditating on the word today, the Lord led me to Ezekiel. ഞാൻ ശരിക്കും ആസ്വദിച്ചു. I really enjoyed it. നിങ്ങൾ പ്രത്യേകമായിട്ട് ഈ ജേർണൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, If you are the sort of people who are in a habit of journaling, അതായത് നിങ്ങളുടെ ക്വയറ്റ് ടൈം എടുത്തപ്പം കർത്താവ് എന്ത് സംസാരിച്ചു, അല്ലെങ്കിൽ വചനം വായിച്ചപ്പോഴത്തേക്കും എന്ത് ഞാൻ സംസാരിച്ചു, അല്ലെങ്കിൽ ദൈവാത്മാവിനോട് സംസാരിച്ചു എന്നൊക്കെ നോട്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ആൾക്കാരാണെങ്കിൽ, if you are the kind of people who take time to note from your quiet time what the Lord spoke to you, ഞാൻ വിശ്വസിക്കുന്നു ഇത് യെഹെസ്കേലിന്റെ ജേർണലാണ്. I believe that this book is the journal of Ezekiel. നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എല്ലാ അധ്യായങ്ങളും തുടങ്ങുന്നത് യഹോവ എന്നോട് അരുളി ചെയ്ത എന്തെന്നാൽ. In case you have noticed, or in case you haven't noticed also, every chapter begins with what the Lord told me. ഞാൻ ഇന്ന് നാം ആരംഭിക്കുമ്പോൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് ഏത് അവസരത്തിലും സംസാരിക്കുന്ന ഒരു സഭയായി നാം മാറട്ടെ. I want, or I believe that we will be a church who the Holy Spirit speaks to all the time. ഏതൊരവസരത്തിലും ഈ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്ന ദൈവജനമായിട്ട് നാം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I believe let us become a church or a people of God who hears from him all the time. ഈ യെഹെസ്കേലിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. I like this relationship between Ezekiel and the Lord. അതുപോലെ ഒരു വ്യക്തിബന്ധത്തിലേക്ക്, ഇത് പഴയ നിയമമാണെങ്കിൽ പോലും അതുപോലെ ഒരു വ്യക്തിബന്ധത്തിലേക്ക് വളരണമെന്ന് ഭയങ്കര ആഗ്രഹം വരാൻ തുടങ്ങി. And even though it's in the Old Testament, I desire to go in such a relationship with the Lord. അത് നമ്മൾ അധികം ഒന്നും ഞാൻ കാണിക്കുന്നില്ല, എന്നാൽ നിങ്ങളെ അല്പം ഒന്ന് താല്പര്യപ്പെടുത്താൻ വേണ്ടി മാത്രം ചില അധ്യായങ്ങളുടെ ഫസ്റ്റ് ലൈൻ മാത്രം ഒന്ന് വായിച്ചു തുടങ്ങുക. I don't want to take much time, but just to stir up your interest, I just want to show you the beginning of a few chapters. ഇതെന്റെ ദൂതല്ല, എന്നാലും ഞാൻ ഒത്തിരി ആസ്വദിച്ചു. എനിക്ക് ഇതുപോലെ ദൈവശബ്ദം കേൾക്കണം. This is not my message, but I really desire that I want to hear God's word like this. ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ വാക്യം തന്നെ, ഒന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം, നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ പൊതുവെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അദ്ദേഹം ജേർണൽ ചെയ്യുമ്പോൾ നമ്മളെ പോലെ ടൈമും ഡേറ്റും ഒക്കെ എഴുതുന്ന ഒരു വ്യക്തിയാണ്. So one thing we understand as we read the book of Ezekiel is that he takes time to note the date and time when he hears from God. ആദ്യത്തെ വാക്യം 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ ലൊക്കേഷനും ടാഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. So the first chapter begins like this. Now it came about in the 30th year of the 5th day of the 4th month while I was by the river Shebar among the exiles. So they even tagged the location. അപ്പോൾ അവിടെ പ്രവാസികളുടെ ഇടയിൽ അല്ലെങ്കിൽ മധ്യേ ഇരിക്കുമ്പോഴാണ് ദർശനം കണ്ടത്. So it's mentioned that while he was with the exiles, he got the vision from the Lord. അപ്പം ഈ പുസ്തകത്തിൽ ഉടനീളം യെഹെസ്കേല് ദൈവവുമായിട്ടുള്ള ഈ സംഭാഷണം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. So throughout in this chapter you see that Ezekiel continues his conversation with the Lord. രണ്ടാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ ഈ ദൈവം വളരെ കാര്യമായിട്ട് ഇടപെടാൻ നിൽക്കുക. അവൻ എന്നോട് മനുഷ്യപുത്ര നിവർന്നു നിൽക്കുക. And we can notice that in the second chapter the first verse goes like, then he said to me, son of man, stand on your feet. ഞാൻ നിന്നോട് സംസാരിക്കും. I will speak to you. മൂന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം, അവൻ എന്നോട് മനുഷ്യപുത്ര നീ കാണുന്നത് തിന്നുക. And the first verse in chapter 3 goes like, son of man, eat what you find. ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്കുക എന്ന് കൽപ്പിച്ചു. Eat this scroll and go and speak to the house of Israel, God tells Ezekiel. അവിടെ ദൈവം എസെക്കിയേലിനെ എന്ത് കാര്യത്തിന് വേണ്ടി അയക്കുന്നോ അതുള്ളത് ആദ്യമേ കൊടുത്തിട്ട് നീ പോയി സംസാരിക്കാൻ പറയുകയാണ്. So whatever the Lord is sending Ezekiel for, he gives it to him first and then he asks him to go and declare it. നാലാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം, മനുഷ്യപുത്ര നീ ഒരു ഇഷ്ടിക എടുത്ത് നിന്റെ മുമ്പിൽ വെച്ച്
അതിനുശേഷം അതിൽ യെരൂശലേം നഗരം വരയ്ക്കാൻ പറയുകയാണ്. And in the 4th chapter, first verse goes like, "Now you, son of man, get yourself a brick, place it before you, and inscribe a city on it, Jerusalem." അഞ്ചാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ പറയാം, നമുക്കൊന്ന് ഷേവ് ചെയ്യാം. മനുഷ്യപുത്ര, നീ മൂർച്ചയുള്ള ഒരു വാളെടുത്ത് ക്ഷൗരക്കത്തിയായി പ്രയോഗിച്ച് നിന്റെ തലയും താടിയും ക്ഷൗരം ചെയ്യുക. And chapter 5, first verse goes like, "As for you, son of man, take a sharp sword, take and use it as a barber's razor on your head and beard." So God is basically talking about shaving. ആറാമത്തേതായിട്ടുള്ള അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം പറയുന്ന യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടാകുന്ന, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ പർവ്വതങ്ങളുടെ നേരെ മുഖം തിരിച്ച് അവർക്ക് വിരോധമായി നീ പ്രവചിക്കണം. And in verse 6, it goes like this: "Now the word of Lord came to me, saying, Son of man, set your face towards the mountain of Israel and prophesy against them." ഞാൻ എല്ലാ അധ്യായം വായിക്കുന്നില്ല, വളരെ രസകരമാണ്. എന്നാൽ 8ാം അധ്യായത്തിൻ്റെതായിട്ട് നമ്മൾ കാര്യം കാണാൻ കഴിയുന്നുണ്ട്. അവിടെ 3ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ കൈ പോലെ ഒന്ന് നീട്ടി എൻ്റെ തലമുടിക്ക് പിടിച്ച് ആത്മാവിനെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ കാണിച്ചു. അതായത് ചിലതൊക്കെ നിലത്ത് നിന്നാൽ കിട്ടത്തില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ആത്മാവ് മുടിച്ച് പിടിച്ച് പൊക്കി കാണിക്കാനായിട്ട് തുടങ്ങി. And chapter 8 verse 3 we read that, "And he extended the form of a hand and took me by the hair of my head, and the Spirit lifted me up between earth and heaven and brought me in the visions of God to Jerusalem." ഇത് ആത്മാവ് മാത്രം ചെയ്യേണ്ടതാണ്. ആത്മീയരാന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാവും. So this is something the Spirit alone should do. So do not say that you are spirit-filled people and try to imitate this. നമ്മൾ മുടിക്ക് പിടിച്ചാൽ അവർ നക്ഷത്രം കാണും, പക്ഷെ ആത്മാവ് നമ്മുടെ തലയെ പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ നമ്മൾ ദർശനം കാണും. If we grab someone's hair, they might probably see stars, but if the Spirit grabs our hair, then we'll see visions. അതിനുശേഷം 14ാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ മൂപ്പന്മാർ എൻ്റെ മുൻപിൽ വന്നിരുന്നപ്പോൾ യഹോവയുടെ കരം എൻ്റെ മേൽ വന്നു. And in chapter 4, we read from verse 1, "And then some elders of Israel came to me and sat down before me." ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ ഈ സമയത്ത് സഭയിൽ വളരെ പ്രവചനാത്മകമായിട്ടുള്ളൊരു ശുശ്രൂഷ ദൈവം ആരംഭിക്കും. I believe that in this time of the Lord is going to do something prominent among us today. കർത്താവ് ഏതൊരു സാഹചര്യത്തിലും ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്ന ഒരു തലമുറ എഴുന്നേൽപ്പിക്കും. God is going to raise up a generation whose ears are keen to his word all the time. 20ാമത്തെ അധ്യായത്തിൽ വീണ്ടും പറയുകയാണ്, അതായത് ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ യഹോവയുടെ അരുളപ്പാട് ചോദിപ്പാൻ വന്ന് എൻ്റെ മുൻപിൽ ഇരുന്നു. And we read in verse 20 that men from the elders of Israel came to inquire of the Lord, and they sat before me. അടുത്ത വാക്യം പറയുന്നത്, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ എന്നാകുന്നു. And the next verse says, the very next verse says, "Then the word of the Lord came to me saying." ഞാൻ ഇന്ന് ചില ആൾക്കാരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ കർത്താവിന്റെ മന്ന അല്പം പോലും നിങ്ങൾക്ക് താമസിക്കുകയില്ല. And I want to remind some of you that when you are getting ready to do the Lord's ministry, the manna from God for you will not delay. പരിശുദ്ധാത്മാവ് പാസ്റ്റർ ലീനയുടെ പേർ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നോട് പറയുന്നു, അതായത് അനേക വ്യക്തികൾ താങ്കളുടെ മുൻപിൽ വന്നു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ തക്ക സമയത്തുള്ള അരുളപ്പാടുണ്ടാകും. The Lord is reminding me about Pastor Lena that when many people come before you in the right time, God will give you his word. 35ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ സോരിൻ്റെതായിട്ടുള്ള പർവ്വതത്തോട് ചില കാര്യങ്ങൾ പറയാനായിട്ട് യഹോവയുടെ അരുളപ്പാടുണ്ടാകുകയാണ്. And in verse 35 we read that in chapter 35 we read that there is a prophecy against Mount Seir. അതിനുശേഷം 35ാമത്തെ അധ്യായം നോക്കുമ്പോൾ സോർ പർവ്വതത്തോട് മാത്രമായിരുന്നു. 36ാമത്തെ അധ്യായം നോക്കുമ്പോഴോ ഇസ്രായേൽ പർവ്വതങ്ങളോട് നീ പ്രവചിച്ചു പറയേണ്ടത്. We see in chapter 35 that the Lord is speaking against Mount Seir, but we see in verse 36 he's speaking about the mountains of Israel. ഇതെല്ലാം കഴിഞ്ഞ് 37ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴത്തേക്കും പർവ്വതങ്ങളിൽ നിന്നെല്ലാം നേരെ താഴ്വരയിലേക്കാണ് വരുന്നത്. And in chapter 37, from all the mountains we sweep down to the valleys. ഇനി തുടർന്ന് അങ്ങോട്ടുള്ള അധ്യായങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന വലിയ ഒരു സത്യമെന്ന് പറയുന്നത്, ഏത് സാഹചര്യമാണെങ്കിലും ശരി എൻ്റെ കർത്താവിൻ്റെ അരുളപ്പെട്ട വാക്ക് മതി. ഹല്ലേലൂയ.
And as you read throughout this book, you find that in any situation, all you need is the word of God sent to you. എൻ്റെ മുമ്പാകെ വന്ന് എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്നവരെ സഹായിക്കാൻ എൻ്റെ കർത്താവിൻ്റെ വാക്ക് മതി. For all those who are before me to do the Lord's work, all you need is the word of God. എൻ്റെ നേതൃത്വത്തിൽ ഞാൻ ശോഭിക്കണമെങ്കിൽ കർത്താവ് പറയുന്നത് ഞാൻ കേട്ട് ചെയ്യുക എന്നുള്ളതാകുന്നു കർത്താവിൻ്റെ ശൈലി. If I have to be successful in my leadership, then the Lord's way is that I have to listen the word of God. എൻ്റെ മുൻപാകെ ഒരു സൈന്യം പാളയമിറങ്ങിയാലും ഭയപ്പെടാതെ അതിനോട് പ്രവചിക്കുവാൻ പറയുന്ന ഒരു ദൈവത്തെ നമുക്ക് ഇതിനകത്ത് കാണുവാൻ കഴിയുന്നു. We can see here about a Lord who sees an army coming up and he asks to prophesy against them. പർവ്വതങ്ങളോട് ഞാൻ മുൻപാകെ നിൽക്കുമ്പോൾ എന്നെ സഹായിച്ച അതേ ദൈവം തന്നെയാകുന്നു എൻ്റെ താഴ്വരയിലായിരിക്കുമ്പോഴുമുള്ള ദൈവം. The same God who was my help in the mountains was also the God who is my help in the valley. എസെക്കിയേൽ 37 അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്ന് യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച താഴ്വരയുടെ നടുവിൽ നിർത്തി. In Ezekiel chapter 37 verse 1 goes like this, and the hand of the Lord was upon me, and he brought me out by the Spirit of the Lord and set me down in the middle of the valley, and it was full of bones. പലപ്പോഴും താഴ്വരയിൽ വന്ന് നിന്ന് നാം ആ താഴ്വര കാണുമ്പോഴത്തേക്കും എൻ്റെ മേലുള്ള കൈ ഏതാ, എൻ്റെ തലയിലുള്ള വര ഏതാ, ഇതൊക്കെ നമുക്ക് സംശയമാണ്. Many times when we are faced with a valley, our immediate thought is, which is the hand that is above my head? Which is the hand that leads me? കർത്താവേ, താഴ്വരയിലായിരിക്കുന്ന എൻ്റെ തലവര എന്താണെന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. We seldom ask God, what is the line that you've drawn on my head? What is my fate in this valley? അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, കർത്താവിൻ്റെ കരം തന്നെയാ എന്നെ താഴ്വരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഇവിടെ പ്രവാചകൻ പറയുകയാണ്. So we can see here that the prophet says that it is the hand of God himself that brought me to the valley. ചില വ്യക്തികളുടെ ജീവിതത്തിൽ താഴ്വരയുടെ ദൈവം ഈ ദൈവമാണെന്ന് അവർ കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ ഈ സാഹചര്യങ്ങളിലൂടെ ചിലർ അത് അറിഞ്ഞ് അത് സാക്ഷ്യമായി പുറത്തു വരുവാൻ പോകുന്നു. In some people's life, you may have just heard that God is with you in the valleys, but you are going to experience it through the situations in your life. ഈ പല അധ്യായങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എസെക്കിയേൽ പറയുന്നത്, ഞാൻ മൂപ്പന്മാരുടെ മുമ്പിൽ നിന്നപ്പോൾ യഹോവയുടെ കരം എൻ്റെ മേൽ വന്നു. So we can see here that Ezekiel says, when I was standing before the elders, the hand of the Lord came upon me. ഞാൻ അവരുടെ ഇടയിൽ, പ്രവാസികളുടെ ഇടയിലായിരുന്നപ്പോൾ യഹോവയുടേതായിട്ടുള്ള ആത്മാവ് എൻ്റെ മേൽ വന്നു. When I was among the exiles, the Spirit of the Lord came upon me. എന്നാൽ ഇവിടെ നാം വളരെ സന്തോഷമുള്ള ഒരു സ്ഥലത്തേക്ക് അല്ല പോകുന്നത് എന്ന് അറിയുന്നത് കൊണ്ട് ഇവിടെ യഹോവയുടെ കൈയുമുണ്ട്, യഹോവയുടെ ആത്മാവുമുണ്ട്. But in this situation, because we are coming to a place that is not so pleasant, the hand and the Spirit of the Lord is upon me. ഇന്ന് എന്ത് സാഹചര്യത്തിലൂടെ കടന്നു പോയിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി, നിങ്ങൾ ഒരുപക്ഷെ താഴ്വരയിലായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കർത്താവിൻ്റെ കരവും നിങ്ങളുടെ കർത്താവിൻ്റെ ആത്മാവും നിങ്ങളുടെ മേലുണ്ട്. Regardless of whatever situation you are going through, I want to remind you that in this valley of situation, the hand and the Spirit of the Lord is upon നിന്റെ you. നല്ല സമയത്ത് മാത്രം നിന്നെ ഓർക്കുന്ന കർത്താവ് അല്ല നമ്മുടെ ദൈവം. Our God is not a God who remembers you only in your good time. കർത്താവ് നിന്നെ താഴ്വരയിലേക്ക്, ഈ വേദഭാഗം പലർക്കും അറിയുന്നത് കൊണ്ട് ഞാൻ ആദ്യമേ പറയട്ടെ, കർത്താവ് നിന്നെ താഴ്വരയിലേക്ക് നയിച്ചിരിക്കുന്നു എങ്കിൽ നിന്നെ ഏകനായിട്ടല്ല, നിന്റെ തോഴനായിട്ട് നിന്റെ കർത്താവ് കൂടെയുണ്ട്. Let me remind you, since you know, most of you are familiar with this chapter, that if the Lord has sent you to the valley, you are not alone there. Your God is your companion with you there. ഈ താഴ്വരയിൽ നാം ആയിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. I want to remind you of some things we should be aware of when we are in the valley. കാരണം ഇനി അടുത്ത ചില കാര്യങ്ങളെ കുറിച്ച് നാം കാണുന്നതിന് മുമ്പാകെ താഴ്വരയിലായിരിക്കുമ്പോൾ നാം ആദ്യം ചോദിക്കേണ്ടത്, എൻ്റെ കർത്താവ് ഈ യഹോവ തന്നെയാണോ? So before we move any further, when you're in the valley, one thing you must remind yourself is my Lord Jehovah himself? ഈ ദൈവത്തിന്റെ നാമം ഞാൻ വായിൽ എടുക്കുന്നു എന്നുള്ളത് മാത്രമാണോ, അതോ എൻ്റെ വാക്കുകളുടെ മേലുള്ള കർത്താവ് ഈ കർത്താവ് തന്നെയാണോ? Am I just taking the name of the Lord in just like that, or is he actually with me there in those words? കാരണം അത് സുപ്രധാനമായ ഒരു കാര്യമാണ്. Because that is a very important thing. ഈ കർത്താവിന്റെ നാമം ഞാൻ വെറുതെ പറയുക മാത്രമാണോ, അതോ എൻ്റെ വികാരങ്ങളുടെ മേൽ എൻ്റെ കർത്താവ് വാഴുന്നുണ്ടോ?
Am I just taking the name of the Lord with my mouth, or is He reigning supreme over my emotions? എന്റെ ചിന്തകളുടെ മേൽ കർത്താവ് പ്രഭുവായി വാഴുന്നുണ്ടോ? Is the Lord Lord over my thoughts? എന്റെ അനുസരണം, എന്റെ പ്രവൃത്തിക്കുമേൽ എന്റെ കർത്താവായി വാഴുന്നുണ്ടോ? In my obedience and in my deeds, is the Lord reigning as King? കാരണം നാം അസ്ഥിത്താഴ്വരയുടെ നടുക്ക് നിൽക്കുമ്പോൾ ഒരുപക്ഷെ എന്റെ കർത്താവ് ആരാണെന്ന് ചിലപ്പോൾ മറന്നുപോകുന്നു. Because when we are in the valley of bones, we might forget who our Lord is. കാരണം ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചത് കർത്താവിന്റെ കരം എന്റെ മേൽ വന്നു, കർത്താവിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ട്, ഇങ്ങോട്ടാ കൊണ്ടുപോകുന്നത് കർത്താവെ അറിഞ്ഞില്ല. Because we might be saying, Lord, I know your presence is with me, your hand is with me, but I didn't know you're leading me to this place. ഇതിനാണോ കർത്താവെ ഈ കോഴ്സ് എടുക്കാൻ പറഞ്ഞത്? Is this why you asked me to take this course? കർത്താവ് ഇതിനാണോ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞത്? Is this why you asked us to relocate here? കർത്താവ് ഇതിനാണോ 3-4 കൺഫർമേഷൻ ഇയാളെ വിവാഹം കഴിക്കാൻ വേണ്ടി തന്നത്? Lord, is this why you gave me 3-4 confirmations that this is the person I have to get married to? കർത്താവിന്റെ കരവും കർത്താവിന്റെ ആത്മാവും നമ്മുടെ കൂടെയുണ്ട്. The hand and the spirit of the Lord is with us. കർത്താവ് യഥാർത്ഥത്തിൽ നമ്മുടെ കർത്താവാണെങ്കിൽ ആദ്യം സംഭവിക്കുന്ന ഒരു കാര്യം, ഏതെല്ലാം മണ്ഡലങ്ങളിൽ യേശുവിന് നാം കർത്തൃത്വം കൊടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം യേശു വലുതായിട്ട് വാഴുവാൻ തുടങ്ങും. If the Lord is indeed your Lord, then in every area that you have given lordship to Christ, He will start reigning. യേശു ഏത് മേഖലയിൽ വലുതായിട്ട് വാഴുന്നോ അവിടെ ഭയം ചെറുതായി തുടങ്ങും. And in every place where the Lord reigns, fear will start becoming എന്റെ small. സമ്പത്തിനെ ഞാൻ കർത്താവിന് അധീനപ്പെടുത്തി വെക്കുകയാണെങ്കിൽ അവിടെ ഞാൻ എന്റെ സമ്പത്തിന്മേൽ ഞാൻ വലുതായി കാണുന്നത് യേശുവിനെയാണ്. If I have submitted my wealth to the Lord, then in that situation I see my Lord. അപ്പോൾ ആ തുക കുറഞ്ഞു വരുമ്പോഴത്തേക്കും അവിടെ കാണുന്നത് ഭയത്തെയല്ല, സർവ ജനത്തിനും സദാകാലത്തും നൽകിയിരിക്കുന്ന എന്റെ കർത്താവിനെയാണ് ഞാൻ അവിടെ കാണുന്നത്. Because if Lord is in my wealth, then when my wealth comes down, then I do not see my wealth decreasing, but I see the Lord who reigns at all times, even in that situation. ഒരു പക്ഷേ എന്റെ വികാരത്തിന്മേൽ ഞാൻ കർത്താവിനെ നാഥനായിട്ട് വെച്ചിരിക്കുന്നുവെങ്കിൽ, If the Lord is Lord over my emotions, ഒരു പക്ഷേ ഞാൻ തോൽക്കുമ്പോഴും വിശ്വസ്തനായി നിൽക്കുന്ന എന്റെ കർത്താവിനെയാണ് ഞാൻ കാണുന്നത്. even when I fail, I see before me the faithful Lord who is with me. അപ്പോൾ എന്റെ ആശ്രയം ഇനിമേൽ എന്റെ ശക്തിയിലല്ല, എന്നാൽ എന്റെ കർത്താവിന്റെ വിശ്വസ്തതയിലേക്ക് മാറുകയാണ്. Then my dependence is no longer on my own strength, but on the faithfulness of my God. അതുകൊണ്ട് കർത്താവിനറിയാം, കർത്താവിന് ഈ സാഹചര്യങ്ങൾ ഒന്നും ഒരു പ്രോബ്ലം അല്ല. So the Lord knows that none of these situations matter to God. ഈ സാഹചര്യങ്ങളോ ഏത് താഴ്വരയാണെങ്കിലും കർത്താവ് അറിയാത്ത മലകളുമില്ല, കർത്താവ് അറിയാത്ത താഴ്വരകളുമില്ല. Regardless of what situations it is or valleys it is, there is no situation that the Lord doesn't know about. അതുകൊണ്ട് ആ കർത്താവ് ഈ കാര്യങ്ങളെ വളരെ ഈസി ആയിട്ട് എടുക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. That is why I believe God takes all these situations very easily. ഇവിടെ ആർക്കെങ്കിലും അസ്ഥിതാഴ്വരയിൽ നിൽക്കാൻ ആഗ്രഹമുണ്ടോ? Do any of you here want to stay in the valley of dry bones? ഇനി പെട്ടുപോയാ എത്ര നേരം നിൽക്കണമെന്നുണ്ട്? And in case you are stuck in it, how long do you wish to remain there? ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാ, കർത്താവിന് ഇതൊന്നും ഒരു വിഷയമല്ല. As we read this chapter, we realize this doesn't matter to the Lord. കാരണം കർത്താവ് തന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ തേജസ്സിന്റെ ഒരു പാത്രമാക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവനെ ഈ അസ്ഥിത്താഴ്വരയുടെ അറ്റത്തൊന്നുമല്ല നിർത്തിയിരിക്കുന്നത്, അവനെ നടുക്കാ നിർത്തിയിരിക്കുന്നത്. Because the Lord, for the man whom He has led by His Spirit, because the Lord wants to keep him in His glory, He doesn't want to keep him anywhere else. He wants to keep him in the midst of this valley. അവൻ അതിന്റെ നടുക്ക് നിന്നാൽ പോലും അവന്റെ മേൽ എന്റെ കരമുള്ളത് കൊണ്ട്, അവന്റെ മേൽ എന്റെ ആത്മാവുള്ളതുകൊണ്ട് അവൻ ഇതിനെയും ജയിക്കും എന്ന് ദൈവത്തിന് അറിയാം. Because the Lord knows that even if he is in the midst of this valley, because my hand and my spirit is upon him, he will win over this situation. ആ വാക്യം പറയുന്നത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. And the verse says that the valley was full of bones. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. He had me pass among them all around. കർത്താവേ, ഈ സാഹചര്യത്തോടെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പുറത്ത് കടത്തിയാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് കർത്താവ് ചുറ്റി ചുറ്റി നടത്തിക്കുന്നത്.
When we are pleading to the Lord, Lord, somehow get me away from this situation, He is asking us to go around. അതുകൊണ്ട് നമുക്ക് ചോദിക്കാവുന്ന ഏറ്റവും നല്ല ചോദ്യം എന്ന് പറഞ്ഞാൽ കർത്താവേ, ഇതിനകത്തൂടെ എന്നതാ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിനകത്തൊരു തീരുമാനമാക്കാം. So the best thing to ask the Lord is, Lord, what do you expect me to do in this situation? Then immediately you can get a resolution. കർത്താവ് നടുക്ക് നിർത്തി ദൈവത്തിന്റെ ആത്മാവുള്ള ദൈവകരമുള്ള ഈ പ്രവാചകനെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. Because the Lord put this prophet upon whom the hand and the spirit of the Lord was, and He asked him to go around that situation. ഞാൻ ഈ വേദഭാഗം ധ്യാനിക്കുന്ന സമയത്ത് അമ്പിളി എന്നുള്ള പേർ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചു. As I was meditating on this, the Lord brought the name Ambali to my mind. അനേക വ്യക്തികളുടേതായിട്ടുള്ള അസ്ഥിത്താഴ്വരയുടെ അനുഭവത്തിലൂടെ അതിന്റെ നടുക്ക് നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് അവസരം നൽകും. The Spirit of the Lord is going to give you the situation to stand in the midst of many people's valley of dry bones. കർത്താവ് പിൽക്കാലത്ത് മുൻപുള്ള കാലത്ത് പല സാഹചര്യങ്ങളോട് നിന്നെ പരിശീലിപ്പിച്ചിരിക്കുന്നതിനാൽ, Since the Lord was training you with many situations previously, കർത്താവിന്റെ രക്തത്തിന്റെ ജയം നീ കണ്ട് അനുഭവിച്ചിരിക്കുന്നതിനാൽ, and because you have seen the victory of the Lord's blood, അസ്ഥിത്താഴ്വരകൾ ഇനി നിന്നെ ബാധിക്കുകയില്ല. the valley of bones will no longer affect you. നീ ഈ അസ്ഥിത്താഴ്വരയുടെ ചുറ്റി ചുറ്റി നടക്കുമ്പോഴും കർത്താവിന്റെ ആത്മാവും കരവും നിന്റെ മേലുണ്ടാകും. Even as you will be walking around this valley of bones, the hand and the spirit of the Lord will be upon you. അനേക വ്യക്തികളുടെ ജീവിതത്തിൽ ഭയപ്പെടാതെ ദൈവത്തിന്റെ ജയം സ്ഥാപിക്കുവാൻ കർത്താവ് താങ്കളെ നിയമിച്ചിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. God has placed you so that you can establish His victory in the life of many people without fear. ഈ വാക്യം പറയുന്നത് ചുറ്റി ചുറ്റി നടക്കുമാറാക്കി അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. And this verse says that among them all around, and behold, there were very many on the surface of the valley. അതായത് ഇത് സാധാരണ രീതിയിലുള്ള ഒരു വിഷമിപ്പിക്കുന്ന സാഹചര്യമല്ല. വിഷമിക്കാൻ താല്പര്യമുള്ളവനാണെങ്കിൽ അങ്ങ് കുഴി പോകുന്ന സൈസ് സാധനമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. That means this wasn't a situation where there was less reasons to be worried about. If you are someone who's interested in being worried about, you had more than enough reasons to fall inside the pit. അപ്പോൾ അസ്ഥികളുടെ എണ്ണം ഏറെയുമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. So that means there were many bones in the valley and they were very dry. അതായത് ഏത് സൈസുള്ള ആളാണെങ്കിലും ശരി, അതായത് അവൻ ബിഗ് പിക്ചർ നോക്കുന്നവനാണെങ്കിൽ നമ്പർ കുറയാ. So regardless of your size, if you are a person who looks at the big picture, the number might seem very small. എന്നാ ഡീറ്റെയിൽ നോക്കുന്നവനാണെങ്കിൽ നോക്കിയാ ഭയങ്കര ഉണങ്ങിയ അസ്ഥിയുമാണ്. But if you are someone who goes into the details, then all those bones were dry. അതുകൊണ്ട് നമ്മുടെ മാനസികമായിട്ടുള്ള ശക്തി കൊണ്ടല്ല നാം ഇവിടെ ജയിക്കാൻ പോകുന്നു എന്നുള്ളത് തിരുവചനം വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുകയാണ്. So the word of God reminds us it's not with your mental strength that you're going to overcome this situation. അടുത്ത വാക്യം എനിക്ക് വലിയൊരു സ്നേഹത്തിന്റെ വാക്യമാണ്. The next verse is a verse of great love for me. എസെക്കിയേൽ ദൈവത്തോട് എന്നല്ല എഴുതിയിരിക്കുന്നത്, ദൈവം എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. Because it doesn't say, and Ezekiel asked God, but it says, then he, that is God, said to me, Son of man, can these bones live? ഇന്ന് നാം ഏത് ഒരു വലിയ അസ്ഥിതാഴ്വരയിലെ അനുഭവത്തിലൂടെ കടന്നു പോയാലും ശരി, എന്നോട് അതിൻ്റെ മധ്യേ ഞാൻ അതിൻ്റെ നടുക്ക് ചുറ്റി ചുറ്റി നടക്കുമ്പോൾ എന്നോട് ഇടപെടാൻ കഴിവും ആഗ്രഹവുമുള്ള ദൈവമായ എൻ്റെ ദൈവം. Today, regardless of what big valley of bones you are faced with, He is not the God who's going to leave you there, but He's the God who's going to take you around and around that situation. അവിടെ മനുഷ്യപുത്രനോട് അല്ലെങ്കിൽ പ്രവാചകനോട് ചോദിക്കുകയാണ്, അതായത് നിനക്ക് ഇതിനെക്കുറിച്ച് എന്തു പറയാനുണ്ട്? And God is asking the prophet there, what do you think about this situation? പ്രവാചകൻ ഇത്രയും അധ്യായങ്ങൾ നന്നായിട്ട് സംസാരിച്ച് പരിചയമുള്ളത് കൊണ്ടായിരിക്കും പറഞ്ഞത്, യഹോവയായ കർത്താവേ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. And probably because the prophet had enough experience of walking with the Lord, he answers him and said, I answered, Lord God, you yourself know. അല്ലെങ്കിൽ ഒരു പക്ഷേ തനിക്ക് ചുറ്റുമുള്ള ഈ ഉണങ്ങിയ അസ്ഥി കഷ്ണങ്ങൾ കാരണം തനിക്ക് മുന്നോട്ടൊന്നും ചിന്തിക്കുവാൻ കഴിയുന്നില്ല. Or maybe because of those dry bones that was before him, he couldn't even think ahead. നമ്മുടെ ചില സാഹചര്യങ്ങൾ അതുപോലെയാ. Some of our situations are like that. നമുക്ക് മുൻപിൽ നമ്മെ നോക്കി കാർന്നു തിന്നുവാൻ വന്നിരിക്കുന്ന ചില സാഹചര്യങ്ങൾ അവിടെ ഉള്ളപ്പോൾ
ദൈവത്തിന് ഇതിനെക്കുറിച്ച് എന്ത് പദ്ധതി എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. When there are some situations before us that is coming towards us to gobble us whole, we cannot think what the Lord wants of us in this situation. അപ്പോൾ യഹോവയായ കർത്താവേ നീ അറിയുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ അവിടെ കർത്താവ് പറയുന്നത്, അവൻ എന്നോട് കൽപ്പിച്ചത് നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്. Again, he said to me, prophesy over these bones and say to them. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് നമ്മോട് പറയുക, ഉപദേശിച്ചു തരിക, നിന്റെ സാഹചര്യത്തെ നീ വെട്ടിപ്പിടിച്ചോ അല്ലെങ്കിൽ നീ അതിനെ തകർക്കാൻ നോക്കുന്നതിന് മുമ്പാകെ ഞാൻ കൽപ്പിക്കുന്നത് നീ അതിനോട് പ്രവചിക്കാം. And the Lord makes it clear that in those situations of your life, before you doing anything to overcome it, first listen to me and put it to practice. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിൽ എനിക്ക് പലരോടും ചോദിക്കാൻ അല്ലെങ്കിൽ പറയുവാനുള്ളത്, കർത്താവിന്റെ യുദ്ധം നാം ഏറ്റെടുക്കരുത്. കർത്താവിന്റെ യുദ്ധം നാം ഏറ്റെടുക്കരുത്. So one thing that I want to remind the church is we shouldn't own the fight of the Lord. ദൈവത്തിന് ജയിക്കുവാനുള്ളതും ദൈവത്തിന് കൊടുക്കേണ്ടതുമായിട്ടുള്ള യുദ്ധങ്ങൾ ദൈവകരങ്ങളിൽ കൊടുത്താട്ടെ. Let us surrender the battle that the Lord wants us to win into his hands. അപ്പോൾ അവിടെ ദൈവം പറയുകയാകുന്നു, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. അതിനുശേഷം പറയുന്നത്, യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. And the Lord says, you dry bones, hear the word of the Lord. This is what the Lord God says to these bones. Behold, I am going to make breath enter you. അതിനുശേഷം പറയുക, ഇത് എങ്ങനെയാ തിരിച്ച് ഒന്നിച്ച് ഈ അസ്ഥി കഷ്ണങ്ങളെല്ലാം ജീവിക്കാൻ പോകുന്നതെല്ലാം പറയുക. And then God tells how these bones are going to come back to life. അപ്പം ഈ 7-ാമത്തെ അധ്യായത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. And one thing we have to remember is that in verse 7 he says, so I prophesied as I was commanded. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. What the Lord asked me to do, as so I prophesied. ഇവിടെ പ്രവാചകനെ ആദ്യം ഈ അസ്ഥിത്താഴ്വരയുടെ നടുക്ക് നിർത്തി ചുറ്റിച്ചു കാണിച്ചു. First we see that the Lord took the prophet around this valley of bones. എന്തിനാണെന്നറിയാമോ? വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഇനി നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനില്ല, നോക്കാൻ ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് മുകളിലോട്ടാ. It was because the Lord wanted to remind him, you have nowhere else to look up to but to the Lord in heaven. ഇത് ഒരു മനുഷ്യന്റെ വാക്കുകൊണ്ട് മാറുന്ന നിലവാരത്തിലുള്ള അസ്ഥിത്താഴ്വര അല്ല. This valley of dry bones is not something that can change with a word of man. എന്നാൽ നിന്റെ സഹായം ആകാശവും ഭൂമിയും നിർമ്മിച്ചവനായിട്ടുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വരുന്നത് തടയുവാൻ ഒരു അസ്ഥിത്താഴ്വരയ്ക്കും കഴിയുകയില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവിടെ പറയുകയാണ്. But the Holy Spirit wants to say that no situation of dry bones can stop our help that comes from our God. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും ഇപ്രകാരമുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയട്ടെ, നിങ്ങളുടെ സഹായം ഇല്ലാത്ത ഒരവസ്ഥയില്ല. So if any one of you is going through such a situation, let me remind you, there is no situation in which there is no help for you. അവിടെ എത്ര അധികം അസ്ഥി കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും ശരി, അത് എത്രമാത്രം ഉണങ്ങിയതാണെങ്കിലും ശരി, എത്രമാത്രം ജീർണിച്ചതാണെങ്കിലും ശരി, അവിടെ ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയും. Regardless of what kind of situation it is and how many bones are there and how much decayed the bones are, you can still hear the word of God. അതുകൊണ്ട് ആദ്യം ഇപ്രകാരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ ഉയരങ്ങളിലേക്ക് ഉയർത്തിയാട്ടെ. So if you're going through such a situation, first lift up your eyes. നിങ്ങളുടെ കണ്ണുകൾ ഉയരങ്ങളിലേക്ക് ഉയർത്തി വിശ്വാസത്തോടുകൂടെ എൻ്റെ കർത്താവ് ഈ സാഹചര്യത്തിൽ എന്നോട് ഇടപെടാൻ താല്പര്യത്തോടെ ഇരിക്കുന്നു. Lift up your eyes and see that the Lord is ready to intervene for you in this situation. കർത്താവ് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാകുന്നു, സാഹചര്യമാകുന്നുവെങ്കിൽ കർത്താവ് നിശ്ചയമായും ഇടപെടും. If it is a situation that the Lord has brought you to, then he will definitely intervene on your behalf. 7-ാമത്തെ വാക്യം പറയുന്നത്, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കർത്താവ് നിങ്ങളെ കടത്തിവിട്ടാൽ അവിടെ എന്ത് പറയണം, എന്ത് കൽപ്പിക്കണം എന്നുള്ളത് പറയുവാൻ ദൈവം തക്ക സമയത്ത് വെളിപ്പെടുന്ന ദൈവമാണ്. So the 7th verse reminds us that if the Lord has led you to such a situation, then he is a God who will tell you in the right time what to say in that situation. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നമ്മളോട് കൽപ്പിക്കുന്നത് പോലെ നാം പ്രവചിക്കണമെന്ന് പറഞ്ഞാട്ടെ.
tell the person who sits next to you, we have to prophesy exactly what the Lord commands us. അസ്ഥിത്താഴ്വരയുടെ നടുക്ക് നിന്ന് വേറെ ഏതെങ്കിലും സിനിമയുടെ ഡയലോഗ് ഒന്നും പറഞ്ഞാൽ താഴ്വര മാറുമോന്നും എനിക്കറിയുകയില്ല. If you are in the valley of dry bones and you discuss some things about some movies, then I don't know if that situation is going to വേറെ change. അവിടുന്ന് ഇവിടുന്ന് ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് നിന്നോട് പറഞ്ഞത് ഇപ്പൊ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞ പോലെ ചെയ്താൽ നടക്കുമെന്ന് എനിക്കറിയില്ല. If you pick a verse from here and there and say do exactly what this is saying, I don't know if anything is going to change. പക്ഷെ കർത്താവ് നിന്നോട് അവിടെ കൽപ്പിക്കുന്നത് നീ പ്രവചിച്ചാൽ ചില സംഭവങ്ങൾ അവിടെ നടക്കും. But if you prophesy what the Lord commands you to, then something is going to happen in that ഞാൻ situation. വിശ്വസിക്കുന്നു സിസ്റ്റർ സജനിയുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ വിശ്വസിക്കുന്നു. I believe in the life of Sister Sajani, some miraculous changes are going to happen. ഈ വാക്യങ്ങൾ പറയാൻ ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി, അസ്ഥിയോട് വന്നു ചേർന്നു. So verse 7 says, as I prophesied, there was a loud noise, and behold, a rattling, and the bones came together, bone to its bone. ഈ നാളുകളിൽ ദൈവത്തിന്റെ ആത്മാവ് താങ്കളോട് ഇടപെടുന്നത് താങ്കൾ വിശ്വസ്തയോടുകൂടെ പ്രവചിക്കുമ്പോൾ അത് പ്രവചിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. In these days, as you prophesy the things God is dealing with you, I am sure it will happen exactly as you prophesy. ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചു, അസ്ഥിത്താഴ്വരയിലായിരിക്കുമ്പോൾ നാം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, യേശു തന്നെയാണോ എൻ്റെ കർത്താവ്? So I reminded you that when you are in the valley of dry bones, there is something you have to ask yourself: is Lord Jesus Christ himself my Lord? യേശു തന്നെയാണോ എൻ്റെ വാക്കുകളുടെ കർത്താവ് ഇപ്പോഴും? Is Lord Jesus the Lord of my words even now? എൻ്റെ തോന്നലുകളും എൻ്റെ വികാരങ്ങളും യേശുവിന് അധീനപ്പെട്ടിരിക്കുന്നോ? Are my thoughts and my emotions subjected to Lord Jesus Christ? ഇല്ലെങ്കിൽ കർത്താവ് ഞാൻ പറയുന്നത് നീ അവനോട് പ്രവചിക്കാന്ന് പറയുമ്പോൾ പറയും തോന്നുന്നില്ല കർത്താവേ എന്ന് പറയും. Or else when the Lord asks us to prophesy what he commands us to, we'll say, Lord, I don't feel like doing it. ഇല്ല പറ്റത്തില്ല കർത്താവേ എന്ന് പറയും. Or we'll say, I won't do it, Lord. അല്ലെങ്കിൽ അത് വേണോ കർത്താവേ എന്ന് ചോദിക്കും. Or we might ask, should we do that? എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ അവിടെ മാറ്റങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങി. But when I prophesied as I was commanded, there were changes. അതിനുശേഷം നാം നോക്കുമ്പോൾ പിന്നെ ഞാൻ നോക്കി അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും 8ാമത്തെ വാക്യമാണ് പറയുന്നത്, എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയിരുന്നു. Verse 8 says, and I looked, and behold, tendons were on them, and flesh grew, and skin covered them, but there was no breath in them. പക്ഷെ കർത്താവ് വാഗ്ദത്തം പറഞ്ഞു തുടങ്ങിയത്, പ്രവചിക്കാൻ കൽപ്പിച്ചു തുടങ്ങിയത് അതിന് ജീവൻ വരേണ്ടതെന്ന് പറഞ്ഞാ തുടങ്ങിയത്. But the Lord began prophesying, saying that breath or life should come in them. പക്ഷെ ആദ്യമായിട്ട് ഞാൻ പ്രൊഫസി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ജീവൻ വന്നില്ല, ബാക്കിയെല്ലാം പകുതിയായിട്ട് വന്നു. But when I prophesied the first time, there was no life in them, but everything else came halfway through. കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവൃത്തിയാകുന്നത് വരെ നീ അതിൽ നിന്ന് പുറകോട്ട് പോകരുത്. If the Lord has commanded you, until it is brought to pass, do not back away from it. ചിലരുടെ ജീവിതത്തിൽ കർത്താവ് നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് ചില നിങ്ങളുടെ തലമുറകളിൽ കാണുന്ന രീതിയിൽ കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നു. In some of your life, the things that God has commanded you, I see that it is going to be fulfilled in the time of your generation. നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അതിന്റെ ശേഷഭാഗം നിങ്ങളുടെ തലമുറകളിൽ കാണുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ട് ദൈവത്തെ സ്തുതിക്കും. What began through you, seeing that it is fulfilled in the time of your generations, you will witness it and praise God with your own eyes. ദൈവം ചില വ്യക്തികൾ ദൈവവേലയ്ക്കായിട്ടും മറ്റ് സഹ വ്യക്തികൾക്കും ദാനമായിട്ട് നൽകിയതിന്റെ അനുഗ്രഹങ്ങൾ ചില മക്കളിലേക്ക് വ്യാപരിപ്പിക്കുന്നത് ഞാൻ കാണുന്നു. Because some have given themselves for the Lord's work and as to help people in the Lord's work, I see that God's help is going to multiply in their life. ചില വ്യക്തികൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചിരിക്കുന്നത് കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഞാൻ ആത്മാവിൽ കാണുന്നു. I see in spirit that God has recorded the kindness some people has shown to certain people. നിങ്ങളുടെ പെൺമക്കളുടേതായിട്ടുള്ള അത്ഭുതകരമായ ചില വിടുതലിന്റെ അനുഭവം നിങ്ങൾ കണ്ട് ദൈവത്തെ സ്തുതിക്കും. You will see the deliverance in the life of your daughters and you will praise God for it. ഈ 8ാമത്തെ വാക്യം പറയുന്നത് അവയിൽ ശ്വാസമില്ലായിരുന്നു, എന്നാൽ അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്ക, മനുഷ്യപുത്ര നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത് ഇന്നതുപോലെ ആകുന്നു എന്ന് പറയുകയാണ്. Verse 8 says, and I looked and behold, the verse 9 says, then he said to me, prophesy to the breath,
Prophesy, son of man, and say to the breath, the Lord God says this, come from the four winds, breath and breathe on these slain so that they come to life. അപ്പോൾ ദൈവം തുടങ്ങി വെച്ചിരിക്കുന്നതായിട്ടുള്ള ആ പ്രവൃത്തി ആദ്യത്തെ പ്രവചനത്തിൽ കാണാതെ വന്നപ്പോൾ ഈ പ്രവാചകൻ കർത്താവിൽ തന്നെ ആശ്രയിക്കുന്നത്. And so we see that the prophecy that God began, when it didn't come to pass, he rested his faith still on God. ദൈവം തുടങ്ങി വെച്ചിരിക്കുന്ന പ്രവൃത്തി മുഴുമിക്കാൻ സ്വന്തം ശക്തിയിലോ മറ്റു മനുഷ്യരുടെ ശക്തിയിലോ ആശ്രയിക്കരുത്. Do not rely on the strength of people or your own strength to complete the work that God has begun. ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്നതുവരെ ചില കാര്യങ്ങൾ ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത്രത്തോളം ചെയ്ത് വിശ്വസ്തനായിരിക്കാൻ തീരുമാനിക്കുക. If the Holy Spirit has told some people to do something till a certain stage, just complete it and stay trusting in the Lord. എട്ടാമത്തെ വാക്യം അവസാനിപ്പിക്കുന്നത് മറ്റെല്ലാം നടന്നു എന്നാൽ അതിൽ ശ്വാസമില്ലായിരുന്നു. അപ്പോൾ പ്രവാചകൻ ചോദിക്കുക പോലും ചെയ്തില്ല, അവൻ എന്നോട് കൽപ്പിച്ചതെന്നാ പറയുന്നത്. Verse 8 ends this way, that everything happened but there was no breath in them, but he did exactly what the Lord told him to. അവൻ എന്നോട് കൽപ്പിച്ചത്, ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെയ്ത് തീർത്ത് വിശ്വസ്തനായിരിക്കുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പെട്ട വാക്ക് അടുത്തത് അവിടെ തക്ക സമയത്ത് വരും. When I faithfully obeyed everything the Lord had asked me to, then the next stage will be revealed. പരിശുദ്ധാത്മാവ് ബിജോ എന്നുള്ള പേർ എന്റെ ആത്മാവിൽ കൊണ്ടുവരുന്നു. Holy Spirit is reminding me of the name Bijo. ചില നേതൃത്വത്തിൻ്റെതായിട്ടുള്ള പദവികൾ കർത്താവ് അടുത്ത വർഷം നൽകുന്നത് പോലെ ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്നു. The Lord is going to give you some positions of leadership in the coming year. വളരെ നിർണായകമായിട്ടുള്ള ഈ വർഷത്തിലേക്ക്, ഈ 2024 താങ്കളുടെ ശുശ്രൂഷ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. The next year is going to be very strategic even in your ministry life. അനേക വ്യക്തികളെ ക്രിസ്തുവിലേക്ക് നിരപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഒരു വലിയ ധൈര്യത്തിന്റെ സുവിശേഷീകരണത്തിന്റെ ആത്മാവിനെ താങ്കളുടെ മേൽ പകരും. God is going to give you a spirit of boldness to bring many people to Christ. ഹല്ലേലൂയ. Hallelujah. ദൈവം തുടങ്ങി വെച്ചിരിക്കുന്നത് നിവർത്തിക്കുവാൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. Rely on the Lord alone to complete what he has begun. വീണ്ടും 10ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു ഈ പ്രവാചകന്റേതായിട്ടുള്ളൊരു പ്രത്യേകത. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. And we can notice in verse 10, so I prophesied as he commanded me and the breath entered them. അവർ ജീവിച്ച ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. They came to life and stood on their feet, an exceedingly great army. ഒരു സമയത്ത് എനിക്ക് ഒരു വലിയ ഭയമായി എൻ്റെ ചുറ്റും നിന്ന അസ്ഥികൾ ഇപ്പോൾ ഏറ്റവും വലിയ സൈന്യമായിട്ട് എഴുന്നേൽറ്റ് നിൽക്കുകയാണ്. So the very bones that surrounded me at one time with fear now became an exceedingly great army before me. ഇതിൽ നാം കാണുന്ന വലിയ ആത്മീയമായിട്ടുള്ള മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്, നാം ഒരുപക്ഷെ കർത്താവിനാൽ നയിക്കപ്പെടുന്ന ചില അസ്ഥിത്താഴ്വരകളെ മാറ്റി സൈന്യമാക്കുവാൻ കർത്താവിനെ നമ്മളെ ഉപയോഗിക്കാൻ കഴിയും. So one spiritual thought that comes from this is that we might be the reason that some dry bones are going to change to a great exceeding army ഈ before us. പ്രവാചകൻ അസ്ഥിരോഗ വിദഗ്ധനൊന്നുമല്ല. This prophet was not a specialist in bones. ഓർത്തോ പഠിച്ച ആളൊന്നുമല്ല. He had not studied ortho. അദ്ദേഹത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല. Nothing is mentioned about his background. എന്നാൽ അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാം, ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അത് എത്രമാത്രം വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എൻ്റെ കർത്താവ് പറയുന്നത് കൽപ്പിക്കുവാൻ തക്കവണ്ണം ചങ്കൂറ്റമുള്ള ഒരു ദൈവപൈതലാണ്. All he knew was that regardless of the situation before me, big or small, what I need to do is declare what God has asked me to in that ഈ situation. ഭാഗത്തെ കുറിച്ച് ധ്യാനിക്കുന്ന സമയത്ത് ട്രോഡ്ബിയെ സംബന്ധിച്ച് സിറിയ എന്നുള്ളൊരു പേർ ഞാൻ കേട്ടു. As I was meditating on this part, the Lord revealed concerning Trodby a name about the place Syria. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് അവിടെ നിന്ന് ചില വ്യക്തികളെ അത്ഭുതകരമായിട്ട് എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. I believe the Lord is going to help you to raise some people miraculously from that place. അതിനുശേഷം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, പ്രവാചകനോട് പറയുക, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. 11ാമത്തെ വാക്യം. So then we read in verse 11, then he said to me, son of man, these bones are the entire house of Israel. 13ാമത്തെ വാക്യം വീണ്ടും പറയുന്നു, അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ
ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. And verse 13 says, then you will know that I am the Lord when I have opened your graves and caused you to come up out of your graves. 14-ാമത്തെ വാക്യത്തിന്റെ അവസാനം പറയുന്നത്, യഹോവയായ ഞാൻ അരുളി ചെയ്തത് നിവർത്തിച്ചും ഇരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. And the end of verse 14 says, then you will know that I the Lord have spoken and done it, declares the Lord. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പരിശുദ്ധാത്മാവ് ഒരു വലിയ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ഒരു കൊതിപ്പ് പലരുടെയും ആത്മാവിലേക്ക് സംഭവിപ്പിച്ചിരിക്കുന്നു. I believe that today the Holy Spirit has begun something with great faith in all of your lives. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുവാൻ തക്കവണ്ണം വലിയൊരു കൃപ ഇന്ന് കർത്താവ് അയക്കുന്നത് പോലെ ഞാൻ വിശ്വസിക്കുന്നു. And also the Lord is releasing grace to hear from the Lord. പ്രവചന വരത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഒരു റിലീസ് കർത്താവ് ചെയ്യുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. A prophetic anointing God is releasing. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുമ്പാകെ വ്യക്തികളെ കൊണ്ടുവരുമ്പോൾ ധൈര്യത്തോടുകൂടെ ദൈവത്തിന്റെ ആലോചനകൾ പറയുവാൻ തക്കവണ്ണം കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കും. When the Holy Spirit brings people before you, God is going to raise up people who is going to speak what the Lord reveals to them about them. ശവക്കുഴികൾ തുറന്ന് അതുപോലെ അങ്ങ് താഴെ കിടക്കുന്ന സാഹചര്യത്തിലായിരിക്കുന്ന ചില വ്യക്തികളെ എഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ തേജസ്സിന് പാത്രമാകുവാൻ കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കും. God is going to raise up people to bring people deep from the grave and make them majestic vessels of the Lord. അസ്ഥിത്താഴ്വരകളെ കാണുമ്പോൾ ഭയപ്പെടാതെ അതിൽ നിന്ന് എനിക്കൊരു സൈന്യത്തെ കൊണ്ടുവരുവാൻ കഴിയുമല്ലോ എന്നുള്ള നിലവാരത്തിൽ കർത്താവിനുള്ള പ്രത്യാശയുള്ള ജയാളികളെ ദൈവം സഭയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. God is going to raise up from the church people who have hope and faith in the Lord, that even in the valley of dry bones they are going to raise up a great army from them. ദൈവം അരുളി ചെയ്യുന്നത് നിവർത്തിക്കുന്ന ദൈവമാണെന്ന് ഗ്ലോറിയെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. The Holy Spirit wants to remind Gloria that God is a God who is going to fulfill what he has declared. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ ഒന്നും കർത്താവ് നിലത്തു പോകുവാൻ അനുവദിക്കാത്തവണ്ണം ദൈവം ശക്തനാകുന്നു. God is strong enough to not let any of his words or promises fall down to the ground in vain. പരിശുദ്ധാത്മാവ് ഇതേ സംബന്ധിച്ച് ശമൂവേലിന്റെ പുസ്തകത്തിൽ ഒരു കാര്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. The Holy Spirit records in the book of Samuel one thing about this. ദാൻ മുതൽ ബർഷേബ വരെ ശമൂവേൽ പ്രവാചകനായിരുന്നു. From Dan to Bathsheba, Samuel was a prophet. അവൻ ഉരുവിട്ടതൊന്നും നിലത്ത് വീഴുവാൻ യഹോവ അനുവദിച്ചില്ല. And the Lord or Jehovah didn't allow anything that he had prophesied to fall in the ground in ഒരു vain. വിശ്വസ്തന്റെ വാക്കിന് ദൈവം അത്ര വില കൊടുക്കുന്നുവെങ്കിൽ ദൈവം വ്യക്തിപരമായി നൽകിയ വാഗ്ദത്തങ്ങളെ എത്ര അധികം ദൈവം കാത്തു സൂക്ഷിക്കും. So in the life of one faithful, if God honors his word, how much more the things God has personally declared in all of your ചിലരുടെ life. ജീവിതത്തിൽ ചില സൗഖ്യത്തിന്റെ ഒരു ഭാഗത്തിന്റെ ഒരു സൗഖ്യം നിങ്ങൾ കണ്ടിരിക്കുന്നു. In some of your lives about healing, you have seen one part of it happening. വിശ്വസതയോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളുടെ മനസ്സ് ദൈവമുമ്പാകെ നിരപ്പിൽ നടക്കുമ്പോൾ കർത്താവിന്റെ അത്ഭുതം, കർത്താവിന്റെ അടുത്ത വാക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ളതെത്തും. If you trust and rely in the Lord and make yourself right with God, then the next phase of it will be revealed to you from the Lord. നേഹയുടെ പേർ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ച് നിനക്ക് വേണ്ടി ചില പ്രൊവിഷൻസ് കർത്താവ് ചില കാക്കകളെ അയക്കുന്നത് പോലെ ഞാൻ എൻ്റെ ആത്മാവിൽ കാണുന്നു. God is reminding me about Neha and saying that God is going to send you some provisions through some crows. ഹല്ലേലൂയ. കർത്താവ് ഈ സമയത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. Thank you, Lord, that you are dealing with our hearts at this moment. ഹല്ലേലൂയ. നിങ്ങൾ ഇപ്രകാരം ഇന്ന് ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, If you are going through such a situation, ദൈവത്തോട് കൃപ ചോദിച്ചാട്ടെ. ask Lord for his grace. കർത്താവെ, മറ്റെല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് അങ്ങയുടെ വാക്ക് കേൾക്കുവാനും അതുപോലെ പ്രവചിക്കുവാനും എന്നെ സഹായിക്കണം. Give me the strength to listen to your voice above everything and prophesy exactly what you say. ഹല്ലേലൂയ. കർത്താവെ, ഇപ്രകാരം ഇതിനെ കേട്ട് ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് തക്കതായിട്ടുള്ള വാക്ക് അവർക്ക് നൽകണമേ. Lord, people who are going through such situations who listen to you, Holy Spirit, give them the right word in the right time. പരിശുദ്ധാത്മാവ് തക്കതായിട്ടുള്ള വാക്ക് നൽകണമേ. Holy Spirit, give them the right word. കർത്താവെ, എല്ലാ കാര്യത്തിലും യേശുവിൻ്റെ കർത്തൃത്വത്തിലേക്ക് വരുവാനായിട്ടുള്ള ഒരു ദൈവകൃപ
ഞാൻ സകലരിലേക്കും പ്രഖ്യാപിക്കുന്നു. Give the church, over the church, the grace to come to the lordship of our Lord Jesus Christ in everything. ദൈവത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമായിട്ടുള്ള സകല ദൈവികമല്ലാത്ത വാക്കുകളും ഞങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് കർത്താവ് മായ്ച്ചു കളയണം. Every word that is against the Lord, let it be against his statutes, let it be taken away from our minds. പരിശുദ്ധാത്മാവ് ചിലരുടെ ഐഡന്റിറ്റിയെ സംബന്ധിച്ച് ഒരു റീറൈറ്റിംഗ്, വീണ്ടും ദൈവത്തിൽ നിന്നുള്ള ചില കുറിപ്പുകൾ ചിലരുടെ ആത്മാവിലേക്ക് എഴുതുന്നത് പോലെ ഞാൻ എൻ്റെ ആത്മാവിൽ കാണുന്നു. I sense God is doing a rewriting of certain people's identity, rewriting in their spirits. നിങ്ങളെ ഇന്ന് വരെ ഒരു വിധിയായിട്ട് ചില മനുഷ്യർ എഴുതിയിരിക്കുന്ന ചില വാക്കുകൾ പരിശുദ്ധാത്മാവ് മാറ്റി ഇന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് എന്ത് കരുതുന്നുവോ അത് നിങ്ങളുടെ ആത്മാവിൽ എഴുതുകയാണ്. Till today, what some people has declared as fate over your life, God is going to change your destiny. Hallelujah. നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ കർത്താവിനോട് നിങ്ങളുടെ മനസ്സിനെ നൽകി നിങ്ങളുടെ ആത്മാവിനെ സമർപ്പിച്ച് In your situation, surrender your heart and your spirit to the Lord. നിങ്ങൾ ഒരു തീരുമാനമെടുത്താട്ടെ, എൻ്റെ കർത്താവിൻ്റെ കരവും എൻ്റെ കർത്താവിൻ്റെ ആത്മാവും എന്നോടുകൂടെ ഈ അസ്ഥിത്താഴ്വരയിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനെ ജയിക്കും. Take this decision that if the hand and the Lord is with me in this situation of dry bones, I will overcome this situation. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതിന് എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. If my Lord is with me, then this cannot do anything to me. ഈ സാഹചര്യത്തിന്റെ മധ്യേ എനിക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുകയില്ല എന്നുള്ള പിശാചിന്റെ നുണയെ ഞാൻ യേശുവിന്റെ നാമത്തിൽ നിഷ്ഫലമാക്കുന്നു. I declare the lie of the enemy that I cannot hear the word of God in this situation as nullified. സർവശക്തനായ ദൈവത്തിന്റെ ആ സ്വരം ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഏവർക്കും വ്യക്തതയോടുകൂടെ കേൾക്കുവാൻ കഴിയട്ടെ. Everyone who is going through this situation, may God give them the strength to hear his word clearly in those situations. ദൈവസഭയുടേതായിട്ടുള്ള ബലത്തിനായിട്ട് അനേക അത്ഭുത സാക്ഷ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. That there be many witnesses of miracles for the strengthening of the church. ആത്മാവിൽ യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ബലം ഇപ്പോൾ തന്നെ ലഭിക്കുമാറാകട്ടെ. In the spirit, may there be a great strength that is released in the name of Jesus. നമ്മുടെ അകത്തുള്ള ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശ എന്നുള്ള സത്യം, വലിയ പ്രത്യാശ ഈ സാഹചര്യത്തോടെ കടന്നു പോകുന്ന ഏവർക്കും കൊണ്ടുവരട്ടെ. Let the truth that Christ in us is the hope of glory give great hope to many who are in this situation. പരിശുദ്ധാത്മാവ് റൂത്ത് എന്നുള്ള പേരിനെ ഓർമ്മിപ്പിക്കും. Holy Spirit reminds me of Ruth. താങ്കളുടേതായിട്ടുള്ള സ്തോത്രഗാനങ്ങൾ അനേകരെ അസ്ഥിത്താഴ്വരകളിൽ നിന്ന് വിടുവിക്കും. Your praise songs will lift up many people from the valley of dry bones. അനേകരെ അസ്ഥിത്താഴ്വരകളിൽ നിന്ന് വിടുവിക്കും. It will deliver them from the valley of dry bones. അവരുടെ സാഹചര്യത്തിൽ കർത്താവിന്റെ അരുളപ്പാടായിട്ട് ദൈവം അവയെ ഉപയോഗിക്കും. In their situations, God is going to use it as a declaration of his word. കർത്താവ് അത് മുഖാന്തരം പല സാക്ഷ്യങ്ങളെയും കൊണ്ടുവരുവാൻ കാരണമാക്കും. And God is going to bring out many witnesses through those situations. കർത്താവ് അത് ചെയ്യുന്നതിനായിട്ട് നന്ദി. Thank God that he's going to do this.